നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ഡിസംബർ 2023 ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മാരുതി താഴെ പോയി. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ കണക്കൊന്ന് നോക്കിയാലോ? എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ടോപ്പ് 15 വാഹനങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് ഞാനിപ്പം ഏകദേശം ഒരു 15 വാഹനങ്ങൾ, അതായത് 2023 ഡിസംബറിലെ ആ ഒരു റേഞ്ചിൽ, ഒരു സെയിൽസ് റേഞ്ചാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് സ്ഥാനം കിട്ടിയിരിക്കുന്നത് ടാറ്റയാണ്. പൊതുവേ നമ്മളെല്ലാം പറയുന്ന സമയത്ത് ഫസ്റ്റ് അല്ല നമ്മൾ പറയുന്നത്, ഏറ്റവും ലാസ്റ്റിൽ നിന്നാണ് ഫസ്റ്റിലോട്ട് വരുന്നത്. നമുക്ക് ഫസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ടാറ്റയ്ക്കാണ്, അത് ടാറ്റ നെക്സോണിനാണ്. അപ്പോൾ നെക്സോണിൻ്റെ ഒരു സെയിൽ റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 2022 ആയിരുന്ന സമയത്ത് 12,053 വാഹനം വിറ്റ സ്ഥാനത്ത് ഏകദേശം 2023 ആയ സമയത്ത് 15,284, അതായത് 27% അവിടെ ഒരു ഹൈക്ക് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നെക്സോണിന് ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതായത് പെട്രോൾ വേരിയൻറ്റ്, ഡീസൽ വേരിയൻറ്റ്, അതുകൂടാതെ EV വേരിയൻറ്റും വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവിന്, അതായത് ഏറ്റവും റേറ്റ് കുറച്ച് EV വെഹിക്കിൾസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെ. പക്ഷേ അതിനകത്തൊരു നെഗറ്റീവ് സൈഡും കൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അറിയത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിന് റീസെയിൽ വാല്യൂയുടെ കേസ് കേട്ട്, പിന്നെ ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യുകയാണെങ്കിലുള്ള വരുന്നൊരു കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇനി മുമ്പോട്ട് വരാൻ സാധ്യതയുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം ഇപ്പം നിലവിൽ ഈ വാഹനം ഇറങ്ങിയിട്ട് അധികം ആയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ലൊരു സാറ്റിസ്ഫൈഡ് റേഞ്ചിലായിരിക്കും പോകുന്നത്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്താണെന്നൊന്നറിയാം. ഇനി സെക്കൻഡ് സ്ഥാനം കിട്ടിയിരിക്കുന്ന മാരുതി സുസുക്കിയുടെ ഡിസയറിനാണ്. കാരണം ഡിസയർ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ളൊരു വാഹനമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഡിസംബർ 2022 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 11,992 യൂണിറ്റ്സ് വിറ്റ സ്ഥാനത്ത് ഡിസംബർ 2023 വന്ന സമയത്ത് 14,012 യൂണിറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്. അപ്പം ഏകദേശം 17% ഹൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ മൂന്നാം സ്ഥാനം കൊണ്ടുവരുന്നത് ടാറ്റയുടെ തന്നെ പഞ്ചാണ്. പഞ്ചും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഒരു മൂവിങ് ഉണ്ടായൊരു വാഹനമാണ്. കാരണം കാണാനൊരു കോമ്പാക്റ്റ് രീതിയാണെങ്കിൽ ഇപ്പോൾ ഒരു കോമ്പാക്റ്റ് SUVയുടെ സെയിം ഫോം തന്നെ ആയതുകൊണ്ട് നല്ല രീതിക്ക് വിറ്റുവരവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഏകദേശം 2022 ഡിസംബർ ആയിരുന്ന സമയത്ത് 10,586 യൂണിറ്റ്സ് വിറ്റ സ്ഥാനത്ത് ഡിസംബർ 2023 ആയ സമയത്ത് 13,787 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. 30% അതിനൊരു ഹൈക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നെയുള്ള അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ തന്നെയാണ്. ഒരു MUV ആണ് വരുന്നത്, അതായത് മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളാണ് വരുന്നത്. അത് എർട്ടിഗയാണ്. എർട്ടിഗയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 6% വർധന ഉണ്ടായിരിക്കുന്നത്. അതായത് 2022 ഡിസംബർ വരുന്ന സമയത്ത് 12,273 വാഹനം വിറ്റ സ്ഥാനത്ത് ഈ പ്രാവശ്യം 2023 ഡിസംബർ ആയ സമയത്ത് 12,975 വാഹനമാണ് വിറ്റിരിക്കുന്നത്. അതായത് 6% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ആറാമത്തെ സ്ഥാനവും കൊണ്ടുപോയിരിക്കുന്ന മാരുതി സുസുക്കി തന്നെയാണ്. ഹാച്ച് ബാക്ക് വാഹനമായ ബ്രസയാണ് കൊണ്ടുവരിക്കുന്നത്. ഏകദേശം 15% ഹൈക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ പുതിയ മോഡൽ ബ്രസ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം വാഹനത്തിൻ്റെ ഒരു ലുക്ക് അത്യാവശ്യം ജാങ്കോ ഫീൽ തന്നെയാണ്. സബ് 4 മീറ്റർ വാഹനം തന്നെയാണ് വരുന്നത്. 11,200 വാഹനമായിരുന്നു സെയിൽ നടത്തിയിരുന്നത്. 11,200 ആയിരുന്നു ഡിസംബർ 2022. അതേ സ്ഥാനത്ത് ഡിസംബർ 2023 വന്ന സമയത്ത് 12,844 വാഹനമാണ് വിറ്റിരിക്കുന്നത്. ഏകദേശം 15% ഹൈക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ആറാം സ്ഥാനം വരുന്ന മാരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റ് ആണ് വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഡീഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2022 ഡിസംബർ ആയിരുന്ന സമയത്ത് ഏകദേശം 12,061 യൂണിറ്റ് വിറ്റ സ്ഥാനത്ത് ഈ പ്രാവശ്യം 2023 ആയ സമയത്ത് 11,843 യൂണിറ്റ്സേ വിറ്റിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നുള്ളൊരു പ്ലാനിൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം പുതിയ സ്വിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഇനി പഴയ മോഡൽ എടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഇതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇനി ഏഴാമത്തെ സ്ഥാനം വരുന്ന മഹീന്ദ്രയുടെ SUV ആയ സ്കോർപിയോയാണ് വരുന്നത്. അതിന് ഏകദേശം 62% വർധനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഡിസംബർ 2022 ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് 7,003 അന്ന് 2022 സെയിൽസ് വന്നിരിക്കുന്നത്. പക്ഷേ ഏകദേശം 2023 ഡിസംബർ ആയ സമയത്ത് 11,355 വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 62% സെയിൽസിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എട്ടാമത്തെ സ്ഥാനം പിന്നെയും മാരുതി സുസുക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ബെലേനോ ആണ്, ഹാച്ച് ബാക്ക് മോഡൽ ബെലേനോ ആണ് വന്നിരിക്കുന്നത്. ബെലേനോ ഏകദേശം വൻ ഇടിവ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. -37, അതായത് 37%, -37% ഡീഗ്രോത്തിലോട്ട് വന്നിരിക്കുന്നത്. അതായത് 2022 16,932 വാഹനം വിറ്റ സ്ഥാനത്ത് ഇപ്പം 2023 ആയ സമയത്ത് വന്നിരിക്കുന്നത്
669, അതായത് 16-ൽ നിന്നും 10-ലോട്ട് തിരിച്ച് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. ഇനി 9ാമത്തെ സ്ഥാനം കൊണ്ടുപോയിരിക്കുന്ന ഹുണ്ടായുടെ വെനു ആണ്. വെനു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25% ഹൈക്കാണ് വന്നിരിക്കുന്നത്. അതായത് വെനു 8285 2022 ഡിസംബറിൽ വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 2023 ഡിസംബർ വന്ന സമയത്ത് 10383 വാഹനമാണ് വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് 25% ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അവിടെ. ഇനി 10ാം സ്ഥാനം കൊണ്ടുപോകുന്നത് പിന്നെയും മാരുതി തന്നെയാണ്. മാരുതിയുടെ വാനായി ഈക്കോയാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഏകദേശം 5% ഡീഗ്രോത്തിലാണ് വരുന്നത്. അതായത് ഡിസംബർ 2022 10581 വാഹനം വിറ്റിട്ടുണ്ടെങ്കിൽ അത് 2023 ഡിസംബർ ആയ സമയത്ത് 10,034 വാഹനത്തിൽ നിന്ന് പോയിരിക്കുകയാണ്. പിന്നെ 11ാമത്തെ സ്ഥാനം വരുന്നത് കിയയാണ്. കിയയുടെ സെൽറ്റോസ് ആണ്. കിയയുടെ സെൽറ്റോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇടിവ് നമുക്ക് പറയാൻ സാധിക്കും. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2022 ഡിസംബറിൽ ആ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയിരുന്നു. അന്നേരം ഏകദേശം 5995 വാഹനം വിറ്റ സ്ഥാനത്ത് ഡിസംബർ 2023 വന്ന സമയത്ത് 9957 വാഹനം വിറ്റിട്ടുണ്ട്. ഏകദേശം 66% ഹൈക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറേ കൂടെയൊക്കെ ഫീച്ചേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ സെൽറ്റോസ് കുറേ കൂടെയൊക്കെ ടോപ്പിലാണ് നിൽക്കുന്നത്. കാരണം ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഹുണ്ടായും ഈ കിയയും ഒക്കെ സുഖമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് 12ാമത്തെ സ്ഥാനം പിന്നെ മാരുതി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. മാരുതിയുടെ SUV ആയ ഫ്രോങ്സ് ആണ് കൊണ്ടുപോയിരിക്കുന്നത്. ഫ്രോങ്സ് ഏകദേശം ഡിസംബറിലോട്ട് ഇപ്പം ലോഞ്ച് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പറയാൻ സാധിക്കില്ല. ഏകദേശം 9692 യൂണിറ്റ്സോളമാണ് മാരുതി വിറ്റിരിക്കുന്നത്. അപ്പം അത് ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ നമുക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും എങ്ങനെയുണ്ട്, ഒരു ഹൈക്കാണോ ഡ്രോപ്പ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. 13ാമത്തെ സ്ഥാനം പിന്നെയും കൊണ്ടുപോയിരിക്കുന്ന ഹുണ്ടായി ആണ്. അതിൻ്റെ ക്രെറ്റയാണ്. ക്രെറ്റ മോഡലാണ്. ഏകദേശം 9% ഡീഗ്രോത്തിലാണ് പോയിരിക്കുന്നത്. അതായത് 2022 10205 വാഹനം വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2023 ആയ സമയത്ത് 9242 വാഹനമേ വിറ്റിട്ടുള്ളൂ. അന്നേരം 9% ഡീഗ്രോത്തിലോട്ട് വരുന്നത്, അതായത് താന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന 14ാമത്തെ സ്ഥാനം പിന്നെ മാരുതി സുസുക്കിയാണ് വരുന്നത്. മാരുതി സുസുക്കിയുടെ വാഗണർ ആണ് വന്നിരിക്കുന്നത്. വാഗണർ ശരിക്കും പറഞ്ഞാൽ അതും ഡീഗ്രോത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. 2022 ഡിസംബർ വന്ന സമയത്ത് ഏകദേശം 10181 യൂണിറ്റ് വിറ്റ സ്ഥാനത്ത് ഡിസംബർ 2023 വന്ന സമയത്ത് 8578 യൂണിറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്. അവിടെയും 16% ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. ഇനി 15ാമത്തെ സ്ഥാനം കൊണ്ടുപോയിരിക്കുന്ന മഹീന്ദ്രയുടെ SUV ആയ ബൊലേറോ ആണ്. ബൊലേറോ ശരിക്കും പറഞ്ഞാൽ 9% ഗ്രോത്ത് ആണ്. കാരണം 2022 7311 യൂണിറ്റ്സ് വിറ്റ സ്ഥാനത്ത് 2023 ആയ സമയത്ത് 7995 വാഹനം വിറ്റിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് തന്നെയാണ്. അതായത് 9% ഗ്രോത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രൈസ് വൈസ് വെച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ പറയുന്ന റീസെയിൽ വാല്യൂ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാരുതി പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സ്ഥാനം 1ാമത്തെ സ്ഥാനത്ത് നിന്ന് മാറി നേരെ ടാറ്റ അത് കൊണ്ടുപോയത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ കൂടുതലും EVയിലോട്ട് മാറുന്നതുകൊണ്ടും പിന്നെ കുറേ കൂടെയൊക്കെ വാഹനത്തിൻ്റെ സേഫ്റ്റി അതൊരു വലിയ വിഷയം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ സേഫ്റ്റി മാത്രം പോരാ, ബാക്കിയുള്ള കാര്യങ്ങളും വേണം എന്ന് പറയുന്ന പോലെ ഇനി നമുക്ക് അടുത്ത വർഷം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാകും, അല്ലെങ്കിൽ ഫ്ലോ എങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം.